ഇത്ര വർഷമായുള്ള ശ്രമമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം അത് വലിയ തോതിൽ ആദ്യം മുതലേ ഉണ്ട്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഗസയിലെ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും സാധ്യമായിരിക്കുന്നു. ട്രംപിനെ പോലെ ഒരു ലോക നേതാവിൻ്റെ ഇടപെടൽ തന്നെ ഇതിന് മുഖ്യ കാരണമായി കരുതാം, അല്ലേ? തീർച്ചയായും ട്രംപിനെ പോലെ ഒരു വ്യക്തിത്വം എത്രയെല്ലാം വിമർശിച്ചാലും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചു നിർത്താൻ കഴിയൂ. കാരണം രണ്ടു ഭാഗവും വിട്ടുവീഴ്ചയില്ലാതെ രണ്ട് ഭാഗങ്ങൾ, ഹമാസ് ഒരു ഭാഗത്തും ഇസ്രായേൽ മറുഭാഗത്തുമായി നിലനിൽക്കുമ്പോൾ ഒരു ഫോർമുലയിൽ എത്തിച്ചേരാൻ, ഒരു ടേംസ് ഓഫ് റെഫറൻസ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് ഡൊണാൾഡ് ട്രംപിനാണ്. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അറബി ഇസ്ലാമിക രാജ്യങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ലോക മനസാക്ഷ്യത്തിന് ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പലസ്തീൻ കോസിനെ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഒരു 20 സമാധാന പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും അത് ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. ഒന്നാം ഘട്ടം ചർച്ചകൾ പൂർത്തീകരിച്ചപ്പോഴാണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ബന്ദിമോചനത്തെക്കുറിച്ച്, തടവുകാരുടെ മോചനത്തെക്കുറിച്ച് മാത്രമാണ്. അവിടെ ഒരു കാര്യം പോലും നിരായുധീകരണത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹമാസിന്റെ നിരായുധീകരണത്തെക്കുറിച്ചോ ഇസ്രായേലിന്റെ പൂർണ്ണമായ ഒഴിഞ്ഞുപോക്കിനെ കുറിച്ചോ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നില്ല. ഇസ്രായേൽ സൈന്യം ചെറിയ തോതിൽ ഒഴിഞ്ഞു പോകുന്നുണ്ട്, അത് ആദ്യഘട്ട ധാരണയുടെ ഭാഗമാണ്. പക്ഷേ ആത്യന്തികമായ ഒഴിഞ്ഞുപോക്ക് നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ ഏറ്റവും ശുഭോദർക്കമായ നിമിഷങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ആദ്യ ഗഡു ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു, 7 ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു എന്ന നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. 20 പേരാണ് ജീവനോടെ ഉള്ളത്. ഒരേ സ്ഥലത്ത് വെച്ചാണോ വിവിധ ഇടങ്ങളിൽ വെച്ചാണോ മോചിപ്പിക്കപ്പെടുന്നത് എന്നതിൽ മാത്രമാണ് ചെറിയ ആശയക്കുഴപ്പമെങ്കിലും ഉള്ളത്. യഥാർത്ഥത്തിൽ റെഡ് ക്രോസിന്റെ ഒക്കെ സന്നദ്ധ വോളണ്ടിയേഴ്സ് വലിയ രീതിയിലാണ് ജാഗ്രതാപൂർവമായി നിലനിൽക്കുകയാണ്. അവിടെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഇതിനുള്ളിൽ ബന്ദിമോചന സമയത്ത് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഇത് റിലീസുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്, മധ്യസ്ഥ രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഇസ്രായേലിലേക്ക് വരുമ്പോഴും തടവുകാർ പലസ്തീനിലേക്ക് എത്തുമ്പോഴും, ഒരുപക്ഷെ പലസ്തീൻ തടവുകാർ ഗസയിലേക്കല്ല മുഴുവൻ പേരും എത്തേണ്ടത്, വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും ഒക്കെ എത്തേണ്ട തടവുകാരുണ്ട്. അവിടെ എല്ലാം തന്നെ എത്തുന്ന സമയത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഘട്ടം ഉളയിലെ നുള്ളത്തക്ക രീതിയിൽ ചവിട്ടിക്കുഴച്ച് കളയാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതും വളരെ പ്രത്യേകം നിറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ദ റിയൽ ടെസ്റ്റ് ഓഫ് ടെനാസിറ്റി വരാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിലാണ്. അവിടെയാണ് ഹമാസിന്റെ നിരായുധീകരണം ചർച്ചാ വിഷയമാകുന്നത്. ഹമാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തങ്ങൾ നിരായുധീകരിക്കപ്പെടാൻ തയ്യാറല്ല, തങ്ങൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇപ്പോൾ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു സുരക്ഷാ സമിതി എന്ന നിലയിൽ 5 പ്രവിശ്യകളായി ഖാൻ യൂനിസിലും മധ്യ ഗാസയിലും ഗാസ സിറ്റിയിലും വടക്കൻ ഗാസയിലും അതുപോലെ റഫ മേഖലയിലും എല്ലാം തന്നെ അവർ വിന്യസിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? കാരണം ശാശ്വതമായ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപ് ഇന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ, ശ്രീ മോഹൻ വർഗീസ്. അതായത് ഇനിയും സംഘർഷത്തിനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഹമാസ് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടില്ല. ഇസ്രായേലിന് പലതരത്തിലുള്ള കൺസേണുകളുണ്ട്. എത്രനാൾ ഈ കാര്യം നിലനിൽക്കുമെന്നത് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഇതിന് മധ്യസ്ഥത വഹിച്ച ട്രംപിനും അമേരിക്കയ്ക്കുമുണ്ട്. ഈ കോംപ്രിഹെൻസീവ് എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സമഗ്രമായ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ മുൻപ് 2 പ്രാവശ്യം വെടിനിർത്തൽ ഉണ്ടായതും ബന്ദിമോചനം ഭാഗികമായിട്ടെങ്കിലും നടന്നതാണ്. നവംബർ 2023 ജനുവരി 2025 ഓരോ ബാച്ച് ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ അതിനുശേഷവും യുദ്ധം തുടർന്നു, ആക്രമണവും പ്രത്യാക്രമണവും എല്ലാം തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് അത് സമഗ്രം എന്ന് പറയാനാവില്ല. ഇനി ഒരു യുദ്ധം ഉണ്ടാവാത്ത രീതിയിൽ, ഇസ്രായേലി കടന്നുകയറ്റം ഉണ്ടാകാത്ത രീതിയിലും ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും തീവ്ര സംഘടനകളുടെ ഭാഗത്തു നിന്നോ സുരക്ഷാ ഭീഷണി ഉണ്ടാകാത്ത രീതിയിലുള്ള ഉറപ്പുകളാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. ഈ ഉറപ്പുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിരായുധീകരണം തന്നെയാണ്. അതായത് ഹമാസ് എന്ന സായുധ സംഘടന ഡീമിലിറ്ററൈസ് ചെയ്യപ്പെടണം. അത് ഡീമിലിറ്ററൈസ് ചെയ്യപ്പെടണം എങ്കിൽ ഹമാസിനും ചില ഉറപ്പുകൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം അത് ഹമാസ് ഇപ്പോൾ അതിനെ ബന്ധിപ്പിക്കുന്നത് ആത്യന്തികമായ ഹമാസ് ഉന്നയിക്കുന്ന ലക്ഷ്യത്തിലേക്കാണ്, പലസ്തീന്റെ സ്വതന്ത്ര പരമാധികാര രാജ്യ പദവി. പക്ഷെ അതേക്കുറിച്ച് ഈ ഘട്ടത്തിൽ ചർച്ചയേ ഇല്ല എന്ന നിലപാടിലാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാം തന്നെ. അതുകൊണ്ട് ഇത് ലിങ്ക് ചെയ്യാനാവാത്ത വിഷയങ്ങളാണ്. ഇസ്രായേലിന്റെ ഒരു പദ്ധതി പ്രകാരം ഇപ്പോൾ ബന്ദികൾ കിട്ടണം. അതിനു പകരമായി ഇസ്രായേൽ നൽകുന്ന സുരക്ഷാ ഉറപ്പാണ് തങ്ങളുടെ സൈന്യങ്ങൾ ഗാസയിൽ നിന്നും പിന്മാറുന്നു. ഇപ്പോൾ ഈ ഡീലിൽ ഗാസ മാത്രമാണ് തർക്ക വിഷയം എന്നുകൂടി ഓർക്കുക. വെസ്റ്റ് ബാങ്ക് ഉണ്ട്, കിഴക്കൻ ജെറുസലേം ഉണ്ട്. അതേക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കുന്നില്ല. അവിടുത്തെ ഭരണകൂടങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ഘട്ടം ചർച്ചയിൽ
ബന്ദി കൈമാറ്റം, തടവുകാരുടെ കൈമാറ്റം എന്നതിന് ഉപരിയായ മറ്റൊന്നും തന്നെ കടന്നു വന്നിട്ടില്ല. ഇനി തടവുകാരുടെ കൈമാറ്റത്തെ കുറിച്ച് വരുമ്പോൾ ഹമാസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കി മധ്യസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് വിട്ടുകിട്ടാനുള്ള പ്രയോറിറ്റി അനുസരിച്ചുള്ള നേതാക്കന്മാർ, പ്രവർത്തകർ, ഹമാസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. ആ ലിസ്റ്റിലെ പല മുഖങ്ങളും ഇസ്രയേലിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ, കൈമാറ്റം ചെയ്യാൻ പറ്റില്ലാത്ത, ആവാത്ത പേരുകളാണ്. അപ്പൊ അവരുടെ കൈമാറ്റം ഒരുപക്ഷെ കീറാമുട്ടിയാകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ 20 ബന്ദികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഈ 20 ബന്ദികളെ ഒറ്റയടിക്കാണോ കൈമാറ്റം ചെയ്യപ്പെടുന്നത്? എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 7 പേരെ കൈമാറ്റം ചെയ്തു. മൂന്ന് ഘട്ടങ്ങളിലായി. ഈ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കടന്നു വരുമ്പോൾ ബന്ദി കൈമാറ്റത്തിന്റെ 20 പേരുടെ കൈമാറ്റത്തിന്റെ തന്നെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കടന്നു വരുമ്പോൾ അവസാന ഘട്ടം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും അധികം ഹമാസ് ആഗ്രഹിക്കുന്ന ചില പേരുകളുണ്ട്, ഇസ്രായേൽ തടവിലുള്ള ചില പേരുകളുണ്ട്. വിട്ടുകിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വലിയ തർക്കമാണ് ഉണ്ടാകാൻ സാധ്യത. അങ്ങനെയുള്ള തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രക്രിയ തന്നെ ഒരുപക്ഷെ പകുതി വഴിച്ച് നിലച്ചു പോയാൽ, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, ഇപ്പോൾ അത് പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ നിന്ന് പോവുകയാണ് ഫലം. അതുകൊണ്ടാണ് അതൊരു പ്രക്രിയയാണെന്ന് പറയുന്നത്. അതെ, അതാണ് സാഹചര്യം. മനു, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 3 ഘട്ടമാണല്ലേ? 3 ഘട്ടമായാണ്. ആദ്യ